കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ദേശീയപാതയുടെ അരികിൽ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിനിടയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച ഒരു ദിവ്യ സാന്നിധ്യമുണ്ട്. കുതിരാൻമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുതിരാൻമല ഇന്ന് തുരങ്കപാതയിലൂടെ ലോകപ്രസിദ്ധമാണെങ്കിലും ഈ മലയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ വാഴുന്ന ധർമ്മശാസ്താവാണ്. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുകം നർത്തനാലസം. ഐതിഹ്യം ഭഗവാൻ വേട്ടയ്ക്ക് പോയിട്ടിരുന്ന സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത്. പിന്നെ തിരുവിതാംകൂർ രാജാവ് കുതിരവണ്ടി വന്നപ്പോൾ കുതിര കയറാണ്ടായിട്ട് ഇവിടെ നിന്നു ഇത്രേ. അപ്പോൾ ആൾ ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ഭഗവാൻ ഇവിടെ ഉണ്ട് കൊണ്ട് ആൾക്ക് ദർശനം കൊടുത്തിട്ട് പണ്ട് കാലം മുതൽ അങ്ങനെ ഒരു വിളക്ക് വെച്ച് ഞാൻ ഇവിടെ ഉണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തലമുറകളായിട്ട് അങ്ങനെ വന്നിട്ട് ക്ഷേത്രമാണ്. എന്നാലും വേട്ടയ്ക്ക് പറ്റിയിരുന്ന സ്ഥലം ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം വേട്ടയ്ക്ക് വരും വലിയ പല സ്ഥലങ്ങളില്ല ഇവിടെ. അവിടെ പിന്നെ അപൂർവമായിട്ടാണ് കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവ് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവ്. സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരശുരാമൻ കേരളം സൃഷ്ടിച്ച ശേഷം സ്ഥാപിച്ച അതിർത്തി ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുതിരാൻ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കുതിരപ്പുറത്ത് വിരാജിക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് കുതിരാൻ എന്ന പേര് ലഭിക്കപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെ ഇവിടെ സരസ്വതി ദേവിന്റെ പ്രതിഷ്ഠയുണ്ട്. അത് കാരണം എല്ലാ ദിവസവും നമ്മളിവിടെ എഴുത്തിനെടുക്കലുണ്ട്. വഴിപാടായിട്ട് നമ്മൾ ദിവസപൂജ, അന്നദാനം, ഒരു അഗസ് വലിയ വഴിപാടുണ്ട്. പിന്നെ ഒരു ദിവസത്തെ പൂജയായിട്ട് വരും. പിന്നെ ചെറുതായിട്ടാണ് നീരാഞ്ജനം, പായസം, പിന്നെ ഉണ്ണിയപ്പം ഭഗവാനൊക്കെ കഴിക്കും. ശിവൻ സ്വയംഭൂവാണ് ഇവിടുത്തെ. നമ്മൾ ഓരോ വർഷം തോറും ഇങ്ങനെ വലുതായിട്ട് ഒരു പൊടിക്ക് ഇങ്ങനെ വലുതായി വരും. പിന്നെ ഉപദൈവങ്ങളുണ്ട്. ഗണപതി, സരസ്വതി, മഹാവിഷ്ണു, മുരുകൻ, മാളയപ്പുറത്തമ്മ, യോഗീശ്വരൻ, ഭുവനേശ്വരി, രക്ഷസ്. ചോറ് കൊടുക്കുന്ന അന്നപ്രാവശ്യമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ചോറ് കൊടുക്കാൻ ആൾക്കാർ വരാറുണ്ട്. പിന്നെ നമ്മൾ ശത്രുദോഷത്തിന് കിരാതമൂർത്തിൻ്റെ അവിടെ കിരാതമൂർത്തി പൂജയായിട്ട് ചെയ്യും. കുരുതി വഴിപാടായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ 3 ആഴ്ച വന്നാൽ ആർക്ക് തന്നെ കാര്യം സാധിക്കുന്നതാണ് പറയുക. അപ്പോൾ 3 ആഴ്ച അടുപ്പിച്ച് വന്നിട്ട് കാര്യങ്ങൾ നടത്തി പോയവരുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, കൊലവക്കോട്, പാലക്കാട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ആലപ്പുഴ നമ്മൾ സന്താനമായി നടത്താൻ വേണ്ടിയിട്ട് തുലാഭാരം വഴിപാട് കഴിച്ച് അവിടെ നടക്കുന്നതാണ് കാര്യം. അത് നടന്നിട്ട് കുട്ടികളുടെ ഇവിടെ തുലാഭാരം നോക്കാനും വന്നിട്ട്. കിരാതമൂർത്തി പറഞ്ഞ ഒരുപാട് പഴക്കമുള്ള ഭഗവാനാണ്. പണ്ട് ആദിവാസികൾ പൂജ കഴിച്ച സ്ഥലമാണ്. അപ്പം അവര് പണ്ടിങ്ങനെ അധമ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നമ്മൾ ഉത്തമത്തിൽ ഒരു ശനിയാഴ്ച ദിവസം എല്ലാ ശനിയാഴ്ചയും നമ്മളൊരു പായസം വെച്ചിട്ട് അവിടെ ഒരു പൂജ നടത്താറുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ശത്രുപാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുരുതി വഴിപാടായിട്ട് ചെയ്താൽ മാറും. 3 ആഴ്ച അടുപ്പിച്ച് വന്നാൽ വലിയ ദോഷങ്ങൾ മാറുന്ന പറഞ്ഞിട്ടുണ്ട്. മലയ്ക്ക് പോകുന്നവർ ഇവിടെ നമ്മൾ കഞ്ഞിയും ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് വൈകുന്നേരം പദയാത്രക്കാർ നടന്നു വരുന്നവർക്ക്. അപ്പോൾ പണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ശബരിമലയ്ക്കുള്ള ഇടത്തോളം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പദയാത്രക്കാർക്ക്. കെട്ട് നിറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ മാസം 5 ദിവസം ഉണ്ട് കെട്ടുനിറ ഉണ്ടായിട്ടില്ല. എല്ലാ മാസവും ഉണ്ട് കെട്ട്. പൂജ സമയം കാലത്ത് 5 മണി തൊട്ടിട്ട് 11 മണി വരെ രാവിലെ. വൈകുന്നേരം 5 മണി തൊട്ടിട്ട് 8 മണി വരെ. ഹരിഹരാത്മജം ദേവമാശ്രയേ. മറ്റൊരു വിശ്വാസപ്രകാരം പട്ടിക്കാട് പാമ്പുംകാട്ടിൽ കുടുംബത്തിലെ ഇട്ടാമൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ എന്നയാൾക്ക് ഈ സ്ഥലത്ത് ഒരു ദൈവസാന്നിധ്യം അനുഭവപ്പെടുകയും അദ്ദേഹം ഒരു ചെറിയ ക്ഷേത്രം വെച്ച് ആരാധന തുടങ്ങുകയും ചെയ്തു. പിൽക്കാലങ്ങളിൽ ഭക്തരുടെ വിശ്വാസത്തിനു മേൽ ഈ കാണുന്ന മഹത്വവും ഉണ്ടായി. പെരുവന രാജകുടുംബത്തിലെ ശാസ്താവാണ്
4 അതിർത്തിയാക്കുന്ന ശാസ്താവാണ്. ഇപ്പോൾ പാമ്പങ്കാവ് അവരുടെ കുടുംബത്തിലാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. കാലം മാറി, തുരങ്കം യാത്ര എളുപ്പമാക്കി. പക്ഷേ ഇപ്പോഴും കുതിരാന്റെ ആത്മാവും വിശ്വാസവും ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തന്നെയാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇന്ന് കുതിരാനെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തുരങ്കപാതയാണ്. പക്ഷേ തുരങ്കം പിറക്കുന്നതിന് ഏറെ മുമ്പ് ഇടതൂർന്ന വനങ്ങളും കൊടും വളവുകളും കുത്തനെയുള്ള കയറ്റിയിറക്കങ്ങളും നിറഞ്ഞ ഈ ചുരം കേരളത്തിലെ ഏറ്റവും ദുഷ്കരമായ മലമ്പാതകളിൽ ഒന്നായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ഗതാഗതക്കുരുക്ക്, ഭാരവാഹനങ്ങളുടെ കഠിനമായ കയറ്റം, മഴക്കാലത്ത് മൂടൽമഞ്ഞും മണ്ണിടിച്ചിലും ഇവയൊക്കെയായിരുന്നു പഴയ കുതിരാന്റെ മുഖച്ഛായ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടുകൂടി ഈ മല വെറും ഒരു ചുരമല്ലായിരുന്നു. നൂറ്റാണ്ടുകളായി യാത്രക്കാരെയും വ്യാപാരികളെയും തീർത്ഥാടകരെയും അനുഗ്രഹിച്ചുകൊണ്ട് മലയുടെ ഹൃദയത്തിൽ സാക്ഷാൽ അയ്യപ്പൻ വാഴുന്ന ഒരു പുണ്യഭൂമി കൂടിയായിരുന്നു ഇത്. മലമ്പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കാലം മുതൽ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ ക്ഷേത്രത്തിലേക്ക് നാണയങ്ങളോ ചെറിയ കാണിക്കകളോ സമർപ്പിക്കുന്ന പതിവ് നിലനിന്നിരുന്നു. മലയുടെ രക്ഷകനായി വാഴുന്ന ധർമ്മശാസ്താവിനോടുള്ള പ്രാർത്ഥനയുടെയും സുരക്ഷിതമായ യാത്രയ്ക്കുള്ള സമർപ്പണത്തിന്റെയും പ്രതീകമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കാണിക്കയെറിയൽ ഇവിടുത്തെ ശ്രദ്ധേയമായ ആചാരങ്ങളിൽ ഒന്നായിരുന്നു. വാഹനങ്ങളിൽ നിന്ന് നാണയങ്ങൾ റോഡിലേക്കോ ക്ഷേത്ര പരിസരത്തേക്കോ എറിയുന്നതും അത് എടുത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാനായി നിയമിച്ച ഒരാളും കുതിരാൻ മലയുടെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവാണ്. കൂടാതെ ഗണപതി, സരസ്വതി, വിഷ്ണു, സുബ്രഹ്മണ്യൻ, മാളികപ്പുറത്തമ്മ എന്നിവരും ഉപദേവതകളായി ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് സ്വയംഭൂ ശിവക്ഷേത്രവും സമീപത്ത് കിരാതമൂർത്തി സങ്കല്പവും സ്ഥിതി ചെയ്യുന്നു. എല്ലാ ദിവസവും നടക്കുന്ന ശീവേലി ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. യാത്രക്കാർ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഭക്തിയോടെ ക്ഷേത്രത്തെ വണങ്ങുന്ന പതിവ് ഇന്നും തുടരുന്നു. അടുത്ത തവണ കുതിരാൻ തുരങ്കപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പുരാതന ക്ഷേത്രത്തെയും അതിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തെയും ഒരു നിമിഷമെങ്കിലും ഓർക്കാൻ മറക്കരുത്. കാലം മാറി, ഒപ്പം സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും. തുരങ്കം യാത്ര എളുപ്പമാക്കി. പക്ഷേ കുതിരാന്റെ യഥാർത്ഥ ചരിത്രവും ആത്മാവും ഇന്നും നിലകൊള്ളുന്നത് ഈ പുരാതന ക്ഷേത്രത്തിലും ഈ മലയുടെ വിശ്വാസങ്ങളിലുമാണ്. ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണം.